നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ തീർത്തും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. ടാസ്കിന് ശേഷം ഗബ്രിയും ജാസ്മിനും ചേർന്ന റോക്കിയെ പ്രകോപിപ്പിച്ചതും തുടർന്ന് റോക്കി ദേഷ്യപ്പെട്ട പ്രോപ്പർട്ടി ഇടിച്ചു തകർത്തതും കാണാമായിരുന്നു. ഈ സംഭവം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചർച്ചയായി മാറുകയാണ്. പ്രോപ്പർട്ടി തകർത്ത റോക്കിക്കെതിരെ നടപടിയെടുക്കാൻ ബിഗ് ബോസ് പവർ ടീമിനോട് ആവശ്യപ്പെടുന്നതായി പ്രൊമോയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. റോക്കിയുടെ പ്രകടനത്തെക്കുറിച്ചും പ്രോപ്പർട്ടി തകർത്ത സംഭവത്തെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച നടക്കുന്നത്. റോക്കി തുടർന്നും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് പ്രേക്ഷകരുടെ ആവശ്യമാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ജോൺ ബ്രിട്ടോ എന്ന ഒരു ആരാധകൻ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന മുഴുവൻ കണ്ടന്റുകളും ഈയൊരു വ്യക്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. റോക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു, അതിൽ പിടിച്ചു തൂങ്ങി ബാക്കി 17 പേർ. റോക്കി ഒരു ചെറിയ പുലിയല്ല, ഒരു പുപ്പുലിയാണ്. ദേഷ്യവും സംഭാഷണ രീതിയും ഒന്ന് ശരിയാക്കിയാൽ ഉറപ്പായും ടോപ്പ് 5-ൽ കാണേണ്ട മത്സരാർത്ഥിയാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. താക്കീതുകൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഇന്നും ലിവിംഗ് റൂമിൽ വെച്ച ഒരു സംഭവം നടക്കുന്നു. ഇന്നലെ റോക്കി ബിഗ് ബോസ് സെറ്റ് പ്രോപ്പർട്ടിയിൽ കൈകൊണ്ടിടിച്ചതായാണ് സംഭവം. ഈ ഒരു വിഷയത്തിൽ റോക്കിക്കെതിരെ എന്ത് നടപടിയാണ് പവർ ഹൗസ് ടീം എടുക്കുന്നതെന്ന് എനിക്കറിയണമെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത്. പവർ ടീം 5 പേരും കൂടി എടുത്ത തീരുമാനം റോക്കിയെ പുറത്താക്കണമെന്നായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. ഒരിക്കലും പവർ റൂം മെമ്പേഴ്സിന് ഒരാളെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്താക്കാനുള്ള അധികാരം എന്തായാലും ഇല്ല എന്ന് നമുക്കറിയാം. അത് ചെയ്യേണ്ടത് പ്രേക്ഷകരായ നമ്മളാണെന്ന് തന്നെ ബിഗ് ബോസ് ടീം പറയും. റോക്കി തുടർന്നും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് പ്രേക്ഷകരുടെ ആവശ്യമാണ്. നിലവിലെ എല്ലാ കണ്ടന്റുകളും റോക്കി വഴിയാണ് വരുന്നത്. വീണ്ടും റോക്കിക്ക് ഒരു അവസാന താക്കീത് കൊടുക്കാൻ ഈ ഒരു വിഷയത്തിൽ സാധ്യതയുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. ഇനി റോക്കി എന്ത് ചെയ്താലും റോക്കിക്ക് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാകും. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ദേഷ്യവും സംഭാഷണ രീതിയും പ്രൊവക്കേഷനിൽ ചെന്ന് വീണ് കൊടുക്കുന്നതും റോക്കിയുടെ ഒരു ദൗർബല്യമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഒരിക്കലും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ശീലങ്ങൾ. ഈ ശീലങ്ങൾ തരണം ചെയ്യാൻ റോക്കിക്ക് സാധിച്ചാൽ ജനപിന്തുണ കൂടുകയും ചെയ്യും. ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്താൻ റോക്കിക്ക് സാധിക്കുകയും ചെയ്യുമെന്നും കുറിപ്പിൽ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.